മധുരം മാംഗല്യം ഭാഗം 18. രചന അവതരണം നിലാകാർത്തികം. ചേട്ടത്തി, അത് മഹായല്ലേ? അനിലയുടെ കയ്യിൽ പിടിച്ച് മാലതി ചോദിക്കുമ്പോഴാണ് അനിലയും അത് നോക്കുന്നത്. ശരിയാണ്, വഴിയിൽ നിന്ന് വരുന്ന ഓട്ടോയ്ക്കെല്ലാം കൈ നീട്ടുന്നുണ്ടവൾ. പിന്നെ മുൻപോട്ട് നടക്കുന്നുമുണ്ട്. വെയിൽ കാരണം ബാഗ് തലയിൽ ഒരു മറ തീർത്തുകൊണ്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ടോ ഒരു ഉൾനോവ് അവർക്ക് തോന്നി. അപ്പോഴത്തെ സങ്കടത്തിനും ദേഷ്യത്തിനും ഓരോന്നും പറഞ്ഞുവെങ്കിലും മഹാലക്ഷ്മി എന്ന ഓർമ്മ ഹൃദയത്തിൽ നേർത്തൊരു തണുപ്പ് പടർത്തുന്ന ഒന്നാണ്. താൻ മഹായെ സ്വന്തം മകളെപ്പോലെ കണ്ടിട്ടില്ല എങ്കിലും വിജയേട്ടന് അങ്ങനെ ആയിരുന്നില്ല. തന്നെക്കാളും പ്രിയം ഇവളോടായിരുന്നു. അതുതന്നെയല്ലേ ഇവളോട് തനിക്കുണ്ടായിരുന്ന പിണക്കവും. ഇപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ചേട്ടാ, മഹായുടെ അടുത്തായി നിർത്ത്. അവർ പറഞ്ഞതും അനിലയുടെ സഹോദരനും കാർത്തികയുടെ ശിവയുടെയും അച്ഛനുമായ അനിൽ വേണോ എന്ന രീതിയിൽ അവരെ നോക്കി. വേണം, എനിക്കൊന്ന് സംസാരിക്കണം അവളോട്. അവരത് പറഞ്ഞതും കാർ മഹായെ മുട്ടി എന്നപോലെ നിർത്തിയിരുന്നു. മടിയിൽ വെച്ചിരിക്കുന്ന ബാഗിൽ ഇരു കൈകൾ കൂട്ടിമുറുക്കിയിരുന്നു മഹാലക്ഷ്മി. തൻ്റെ അടുത്തിരിക്കുന്ന അമ്മയെ ഒന്ന് പുണരാനും നെഞ്ചിലേക്ക് ചാഞ്ഞൊന്ന് കരയാനും ഒക്കെ ആ സമയം മഹാലക്ഷ്മിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അവൾ മനസ്സിലാക്കിയെടുത്തൊരു സത്യവും ഉണ്ടായിരുന്നു. അനില വിജയൻ തൻ്റെ അമ്മയല്ല എന്ന സത്യവും. നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അനില പതിയെ ചോദിച്ചു. കുഴപ്പമില്ല. ഇന്ന് കോളേജ് അവധിയായിട്ട് എവിടെ പോയതാ നീ? ഒരു ജോലിയുടെ കാര്യത്തിനായി. അവരൊന്ന് മൂളി. നീ ഇപ്പോഴും ആ മെക്കാനിക്കിൻ്റെ വീട്ടിലാണല്ലേ? അതെ. കൊള്ളാം. താലി പോലും കെട്ടാതെ അവൻ്റെ കൂടെ ജീവിക്കുന്നു. നിന്നെ കുറച്ച് നാൾ വളർത്തിയത് കാരണം ഞങ്ങൾക്ക് കൂടി നാണക്കേടുണ്ടാക്കരുത്. മാലതി ഇഷ്ടക്കേടോടെ പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. അവൻ്റെ കൂടെ ജീവിക്കുവാണെങ്കിൽ ഒരു താലി കെട്ടി നിയമപരമായി വിവാഹം കഴിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ചിട്ട് തള്ളയുടെ ഗതിയാകും നിനക്കും. മാലതി ഒരിക്കൽ കൂടി പറഞ്ഞതും മുഖം താഴ്ത്തിക്കളഞ്ഞു മഹ. ഇവിടെ ഒന്ന് നിർത്തുമോ? അയാൾ കാർ നിർത്തിയതും എവിടെയാണെന്ന് പോലും നോക്കാതെ ഇറങ്ങുമ്പോൾ കണ്ണു നിറഞ്ഞിട്ട് മുൻപോട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മഹാലക്ഷ്മിക്ക്. പക്ഷേ കൈ ഉയർത്തി തൂത്തില്ല അവൾ. കാരണം അവർ കാണരുതല്ലോ. മഹാ തളരില്ല, കരയില്ല. മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നടക്കുമ്പോൾ അവളെ നനച്ചുകൊണ്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബൈക്ക് പോർച്ചിലേക്ക് നിർത്തി ശിവ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു പത്രം വായിച്ചിരിക്കുന്ന അച്ഛനെ. നീ രാവിലെ മുതൽ എവിടെയായിരുന്നു ശിവ? ഞാൻ അവന്മാരെ കാണാൻ പോയതാണ്. മുടിയൊന്ന് ചീകി ഒതുക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും അമ്മയുടെ വിളിയിൽ നിന്നു. നീ എന്ന് അവളെ കാണാൻ പോയോ? കൈവരി പിടിച്ച് അങ്ങനെ നിന്നതേ ഉള്ളൂ ശിവ. അറിയാം അമ്മ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന്. ആരെ? ദേ ശിവ, കിടന്ന് നീ അഭിനയിക്കല്ലേ? ശിവയുടെ അമ്മ ഉപദേശത്തിൽ തന്നെ പറയുമ്പോൾ കൂസലേതുമില്ലാതെ നിന്നതേ ഉള്ളൂ അവനും. ഞാൻ മഹായെ കാണാൻ പോയതാണ്. അതിനിപ്പോൾ എന്താണ് പറ്റിയത്? ഇനിയൊന്നും സംസ്കാരിക്കാനില്ല എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇനിയും അവിടെ നിന്നാൽ വിഷയം വേറെ രീതിയിൽ മാറിപ്പോകുമെന്ന് ശിവയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ നാളെ ഫ്രീ ആണല്ലോ അല്ലേ? നമുക്കൊരിടം വരെ പോകണം. അനിൽ കയ്യിലിരുന്ന പേപ്പർ ടീപ്പോയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് നാളെ കൊച്ചി വരെ പോകണം, ഒരു വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട്. അച്ഛൻ്റെ മുഖം നോക്കാതെ പറഞ്ഞുകൊണ്ടവൻ പിന്തിരിയാൻ തുടങ്ങിയതും അവന് മുമ്പിലേക്ക് കയറി നിന്നിരുന്നു അയാൾ. നാളെ സൺഡേ ആണെന്ന് നീ മറന്നോ? ഇനിയിപ്പോൾ വർക്കുണ്ടെങ്കിലും കുഴപ്പമില്ല. നീ കിടന്ന് പാടി ഉണ്ടാക്കിയിട്ട് വേണ്ട ഈ കുടുംബം കഴിയാൻ. നാളെ നിന്നെയും കൂട്ടിച്ചെല്ലാൻ ഞാൻ ദേവന് ഉറപ്പ് കൊടുത്തതാണ്. ഷാമി മോൾ വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു വന്നത് ശിവയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. വെറുതെ ഒരു വിസിറ്റിംഗ് ആണെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട. തീർത്തു പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ അമ്മ ഉറക്കെ വിളിച്ച് പറയുന്നവൻ കേൾക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ ആഗ്രഹം അത് നടക്കില്ല ശിവ. ഇത് ഞങ്ങൾ പലവട്ടം നിന്നോട് പറഞ്ഞതാണ്. അച്ഛനും ഞാനും കൂടി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. അമ്മയുടെ സംസാരത്തിൽ നിന്ന് ശിവ നിന്നു. തൻ്റെ മനസ്സിലെ ഇഷ്ടം 2 പേരോടും പറഞ്ഞത് മഹായുടെ അസ്തിത്വം അറിഞ്ഞതിൽ പിന്നെയാണെന്നുള്ളതാണ് താൻ ചെയ്ത തെറ്റ്. ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവളെയേ കല്യാണം കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. തീർത്തു പറയുന്ന കൂടെ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. ഇപ്പോൾ തന്നെ പ്രായം 28ആയി. ഇനിയും നിൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരില്ല. തന്തയും തള്ളയും ഏതാണെന്നറിയാത്ത ആ പെണ്ണിനെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല ശിവ. ഉമ സങ്കടവും ദേഷ്യവും ഉച്ചസ്ഥായി എത്തിയതും കസേരയിലേക്കിരുന്നു.
ഉമേ, അവന് അത്ര ഇഷ്ടമാണെങ്കിൽ നമ്മൾ വെറുതെ വാശി പിടിക്കണോ? അതുമാത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ വളർന്ന കുട്ടിയല്ലേ. അനിലൊരു സമാധാനപരമായ എന്നോണം പറഞ്ഞതും അവർ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ വന്നു. ഓഹോ, ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതാണല്ലേ, കൊള്ളാം. അതിനവൾ നിങ്ങളുടെ പെങ്ങളുടെ മോളൊന്നും അല്ലല്ലോ. എൻ്റെ ഉമ്മേ, അവൻ കുഞ്ഞിലെ മുതൽ അവളെ ഇഷ്ടപ്പെടുന്നതാണെന്ന് പറയുമ്പോൾ ആ മെക്കാനിക് ചെക്കൻ്റെ കൂടെ കിടന്നവളെ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കെട്ടിവെക്കാനോ? ആർക്കറിയാം അവൾ ഗർഭിണിയാണോ എന്ന്? അല്ലെങ്കിൽ അവളുടെ ഈ കേറ്റന് എത്ര പ്രാവശ്യം അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടാവും? അവർ ഉറഞ്ഞു തുള്ളി പറയുമ്പോൾ പിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അയാൾക്കും തോന്നി. തനിക്കും അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അവൻ്റെ ആഗ്രഹം മാത്രമേ ഈ സമയം നോക്കിയുള്ളൂ. അയാൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അസ്വസ്ഥതയോടെ ഏതാണ്ടൊക്കെ പുലമ്പുകയും ഒച്ച വയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഉമ്മ. മുറ്റത്ത് തളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടന്നതും കാലിലെ പർപ്പിൾ കളർ ഷൂവിൽ വെള്ളവും ചെളിയും നിറഞ്ഞിരുന്നു. നനഞ്ഞു തിണ്ണയിലേക്ക് അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിന്നുപോയി മഹാലക്ഷ്മി. ഷൂ ഊരി മുറ്റത്തേക്ക് തന്നെ ഇട്ടു. നനഞ്ഞു കുതിർന്ന ബാഗ് ഊരി തൂണിൽ ചാരി വെച്ചു. ഇടിയും മഴയും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വാതിൽക്കലെ കതക് അടച്ചിട്ടിരിക്കുകയാണ്. ഷെഡിൽ സച്ചിയുടെ ബൈക്ക് കിടപ്പുണ്ട്. ദേഹത്തെ വെള്ളമൊന്ന് ഞെക്കിപ്പിഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും കതക് തുറന്നു സച്ചി വന്നിരുന്നു. നീ എന്താ മുങ്ങിക്കുളിച്ചിട്ട് വരുവാണോ? നനഞ്ഞു കുതിർന്ന് നിൽക്കുന്നവളെ നോക്കിയെന്ന് സച്ചി ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിൽ കളിയാക്കലിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു. അവളൊന്നും പറയാതെ തിരിഞ്ഞും മഴയിലേക്ക് നോക്കിയതേ ഉള്ളൂ. അതേ, നീ ഈ പുറകെ കൂടെ പോയി അടുക്കള വഴി ചെല്ലുക, എന്നിട്ട് കുളിച്ചകത്ത് കയറ്, അല്ലെങ്കിൽ അകം മുഴുവൻ ചെളിയാകും. സച്ചി പറഞ്ഞതേ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നവളെ ചെറുതല്ലാത്തൊരു അതിശയത്തോടെയാണ് അവൻ നോക്കിയത്. തിരിച്ച് തന്നോട് എന്തെങ്കിലും പറയുമെന്നാണ് അവൻ ആ സമയം വിചാരിച്ചത്. അപ്പോൾ നിർത്താതെ തകർത്ത് പെയ്യുന്ന മഴയിലേക്കൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയതും എന്തോ വീഴുന്ന ഒച്ചയും മഹാലക്ഷ്മിയുടെ നിലവിളിയും കേട്ടു. തിണ്ണയിലേക്ക് നിന്നിറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന സച്ചി കാണുന്നത് നിലത്ത് വീണ് കിടക്കുന്നവളെയാണ്. എൻ്റെ ദൈവം, ഈ പെണ്ണു വീണോ? മുണ്ട് മടക്കി കുത്തി അങ്ങോട്ട് ഓടിച്ചെന്നു. നടന്നപ്പോഴാണ് സച്ചിക്ക് മനസ്സിലായത് അപ്പടി തെന്നലാണെന്ന്. വീടിനോട് ചേർന്നുള്ള വശം മണ്ണ് ഉറച്ച് പായൽ പോലെ ആയിട്ടുണ്ട്. അതിലൂടെ നടന്ന തെന്നുമെന്ന് ഉറപ്പാണ്. ലച്ചു, എടി! തൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നവളെ പിടിക്കാൻ നീണ്ടു വന്ന കൈയൊന്ന് പിൻവലിച്ചുകൊണ്ട് സച്ചി ഉറക്കെ വിളിച്ചു. എന്നാൽ മഴയുടെ ശബ്ദവും ലക്ഷ്മി ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണവും അവൻ്റെ വിളി കേട്ടില്ല. പിന്നെയൊന്നും നോക്കാതെ കൈയിട്ടവളെ പൊക്കിയെടുത്തു സച്ചി. അപ്പോഴും തോരാതെ പെയ്യുന്ന മഴയിലേക്ക് അവളെ നിർത്താൻ നോക്കിയതും മഹായുടെ കാല് നിലത്തുറയ്ക്കാൻ കഴിയാതെ ഒന്ന് കുഴഞ്ഞുപോയി. വേദന കൊണ്ടും വീണതിൻ്റെ നാണക്കേടും എല്ലാം കൂടിയായപ്പോൾ മഹായ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്നെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നവനെ മുറുക്കെ പിടിച്ച് നിന്നു മഹാലക്ഷ്മി. ആരുമില്ലാതെ പെട്ടെന്ന് ഒറ്റപ്പെട്ടൊരു തുരുത്തിപ്പെട്ടു പോയൊരു കുട്ടിയെപ്പോലെ അവൾക്കൊന്ന് കരയാൻ തോന്നി. ഇരു കയ്യവൻ്റെ നെഞ്ചി പിടിച്ച് ആ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവളുടെ മുമ്പിൽ കരലോട് ചേർത്ത് തന്നെ പിടിച്ചിരിക്കുന്ന അച്ഛൻ്റെ മുഖമായിരുന്നു സച്ചിക്ക്. നെറ്റി അവൻ്റെ നഗ്നമായ മാറിൽ മുട്ടിച്ച് നിന്നു പോയവൾ. മഴത്തുള്ളിക്കൊപ്പം പറ്റിച്ചേരുന്ന അവളുടെ കണ്ണുനീർ സച്ചി അറിഞ്ഞില്ല. അവളും ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. താനൊരിക്കൽ അറപ്പും വെറുപ്പും പറഞ്ഞിരുന്നവൻ്റെ കരുതലിലാണ് നിൽക്കുന്നതെന്നും അവളും ചിന്തിച്ചില്ല. എടീ! അവൻ ചുമരി തട്ടി വിളിച്ചതും തെറ്റുപറ്റിയ പോലെ അകന്നതും നേരെ നിൽക്കാൻ കഴിയാതെ പുറകോട്ട് ചാഞ്ഞുപോയി. പേടിച്ച് വീഴാതെ അവൻ്റെ ഇരുതോളിൽ പിന്നെയും അമർത്തിപ്പോയി. നിനക്കെന്താ, നിൽക്കാൻ പറ്റില്ലേ? ഒരു അടവും കൊണ്ട് എനിക്ക് വേദനിക്കുക, സത്യം. അവളുടെ മുഖത്തേക്ക് നോക്കി സച്ചി. ആ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. മുഖം വേദന എന്ന പോലെ വലിയുന്നുണ്ട്. വാ. കൈ അവൾക്ക് നേരെ നീട്ടി സച്ചി. ആ കൈക്ക് മേലെ കൈ വെച്ചതും അവളെ ഇരു കൈയാൽ കോരിയെടുത്തു. അകത്തേക്ക് കയറി സോഫയിലേക്ക് ഇരുത്തി. ലച്ചു, എടി! അവൻ അലറി വിളിച്ചതും ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ഓടി വന്ന് ലച്ചു. എന്താ നീ ആരുടെ എവിടെ പോയി കിടക്കുക? ആരെങ്കിലും ചത്താൽ പോലും അറിയില്ലല്ലോ നീയൊക്കെ. അതിനിപ്പോഴെന്താ പറ്റിയേ? പറയുമ്പോഴാണ് സോഫയിൽ നനഞ്ഞു കുതിർന്ന് കിടക്കുന്നവളെ അവൾ ശ്രദ്ധിക്കുന്നത്. ഇവൾക്കെന്താ പറ്റിയേ? നല്ല രസം കാണാൻ. നീ ചെന്ന് ചേച്ചി വിളിച്ചേ ലച്ചു. അവൻ ഗൗരവത്തോടെ പറഞ്ഞതും വേദനയെടുത്ത് കാലൊഴിഞ്ഞു വിടുന്നവളെ നോക്കി പിന്തിരിഞ്ഞു. അവൾക്കിട്ട് പണി ദൈവം തന്നെ കൊടുത്തു. കളിയാക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയിരുന്നു ലച്ചു. ഇത് നിൻ്റെ വീട്ടിലത്തെ പോലെ തറയൊക്കെ അല്ല, ടൈലൊന്നുമല്ല. പായലും ചെടിയും കാണും. സൂക്ഷിച്ചോടിയില്ലെങ്കിൽ ചന്തയും കുത്തി വീഴും.
അവനൊന്ന് കളിയാക്കി പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തല കുനിച്ചു പോയി മഹ. വല്ലാത്തൊരു നാണക്കേട് തോന്നിപ്പോയി അവൾക്ക്. കാരണം അവൻ പറഞ്ഞതുപോലെ ചന്തി കുത്തി തന്നെയാണ് വീണത്. അവിടെ അനക്കാൻ കഴിയാത്ത വിധം വല്ലാത്തൊരു വേദന. അതും പോരാഞ്ഞിട്ട് കാലിൻ്റെ കണ്ണയ്ക്കുമുണ്ട് നല്ല വേദന. വല്ലാത്തൊരു നാണക്കേട് തോന്നിപ്പോയി മഹാലക്ഷ്മിക്ക്. തൻ്റെ ജീവൻ തകരാൻ കാരണമായ ഇവൻ്റെ സഹായം മേടിക്കേണ്ടി വന്നല്ലോ. ഇവരൊരുത്തനാണ് എല്ലാത്തിനും കാരണം. ഈ മഹായ്ക്ക് ആരുമില്ലാതാകാനും എല്ലാവരും എല്ലാം അറിയാനും കാരണം ഇയാളാണ്. ഓരോന്ന് ഓർക്കും തോറും കണ്ണിൽ കൂടി കണ്ണീരൊഴുകി. കാലിലൊരു തണുപ്പ് പടർന്നപ്പോഴാണ് മുഖം ഉയർത്തിയത് തൻ്റെ കാലിൽ കുഴമ്പിട്ട് തിരുമ്പുന്ന ചേച്ചി. വേണ്ട ചേച്ചി, ഞാൻ തന്നെ ചെയ്തോളാം പറയുന്നതിനൊപ്പം കാല് പുറകോട്ട് വലിച്ചു. വല്ലാത്തൊരു വേദനയും വലിച്ചിലും തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം തൻ്റെ ഹൃദയത്തിനാണെന്ന് തോന്നിപ്പോയ നിമിഷം. താൻ പലയിടത്തും തോറ്റുപോകുന്നു. ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതെന്താ, ഞാൻ ചെയ്താൽ ശരിയാവില്ലേ? ചേച്ചി നിന്ന് വെളിയിൽ വരുന്ന അപശബ്ദങ്ങളിലൂടെ തനിക്കിപ്പോൾ ആ ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് അതിശയം തോന്നിപ്പോയി മഹാലക്ഷ്മിക്ക്. ഈ ഡ്രസ്സൊക്കെ അഴുക്കായല്ലോ, വേറെ മാറാം, ഞാൻ സഹായിക്കാം ചേച്ചി പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാമെന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ എഴുന്നേക്കാൻ ശ്രമിച്ചതും പിന്നെയും ഇരുന്നുപോയി. ചേച്ചി കയ്യിൽ പിടിച്ച് താങ്ങി അകത്തേക്ക് കൊണ്ടുപോയി. ഒന്നും പറയാതെ തന്നെ ഇടാനുള്ള തുണി എടുത്തു തന്നു. ഞാൻ വെളിയിൽ നിൽക്കാം, മാറിക്കോ ചേച്ചി പറയുമ്പോൾ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു മഹ. ഐഷു പോയതും നിന്നും എങ്ങനെയൊക്കെയോ തുണി മാറി. ചേച്ചി കൊണ്ടുതന്ന ചൂട് കട്ടൻ ചായയും സച്ചി കൊണ്ടുവന്ന പരിപ്പടയും കഴിച്ചു മഹ. ചേച്ചി കൊണ്ടു തന്ന പാൻറ് മാറ്റി സ്വയം തൂർത്തു. പിന്നെ വേദന കാരണം ബെഡിലേക്ക് കിടന്നുപോയി അവൾ. എപ്പോഴോ ഉറങ്ങിയും. തുടരും. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തെറ്റുകൾ കാണും, പൊറുക്കുക.